ഹായ് മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ ഇന്ന് പഠിച്ചെടുക്കാൻ പോവുകയാണ്. സെറ്റ് ആയിക്കണം. ഓക്കെ, ഇതാ നോക്കൂ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ 1 ആണ്. ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസസ് ഒന്നുണ്ട് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. ഇതാ നോക്കിക്കോണം മക്കളെ, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസസ്? അപ്പോ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എന്റെ ഒരു നമ്പർ ഉണ്ട് 3 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ നമ്പറിനോട് ഞാൻ സ്ഥിരമായി മറ്റൊരു നമ്പർ ആഡ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 3യോട് 4 ആഡ് ചെയ്യുന്നു. 3യോട് എത്ര ആഡ് ചെയ്യുന്നു? 4 ആഡ് ചെയ്യുന്നു. 3 + 4 എത്ര ആൻസർ വരുന്നത്? നമുക്കറിയാം 3 + 4 7 ആണ്. ഓക്കെ ആണല്ലോ. വീണ്ടും ഈ 7നോട് 4 ആഡ് ചെയ്തു പോകുന്നു. 7 + 4 എത്രയാ മക്കളെ? യെസ്, നമുക്കറിയാം 11 ആണ്. വീണ്ടും ഈ 11നോട് 4 ആഡ് ചെയ്തു പോകുന്നു. നമുക്കറിയാം 11 + 4 എത്രയാ മക്കളെ? യെസ്, 15 ആണ്. അതായത് ഒരു നമ്പറിനോട് സ്ഥിരമായി മറ്റൊരു നമ്പർ ആഡ് ചെയ്ത് അല്ലെങ്കിൽ കൂട്ടി പോകുന്ന ഒരു നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. ഓക്കെ ആണോ? എങ്കിൽ നിങ്ങൾ അടുത്തൊരെണ്ണം പറഞ്ഞേ. ഞാൻ എടുക്കുകയാണ് ഫസ്റ്റ് നമ്പർ 5. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 5. ഇവിടെ ഞാൻ എടുക്കുന്നു ആഡ് ചെയ്യുന്ന നമ്പർ 3. അപ്പോ ഫസ്റ്റ് നമ്പർ 5 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ പറഞ്ഞേ. യെസ്, 5 + 3 എത്ര വരും? 8. അടുത്തത് പറഞ്ഞേ 8 + 3 എത്ര വരും മക്കളെ? യെസ്, 11. വീണ്ടും 11 + 3 എത്ര വരും മക്കളെ? യെസ്, 14. അപ്പോ ഒരു സംഖ്യയോട് കോൺസ്റ്റന്റ് ആയിട്ട് മറ്റൊരു സംഖ്യ കൂട്ടി പോകുന്ന നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്, അതാണ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്. ഇത്രയും ഓക്കെയാണോ? ഇത്രയും ഓക്കെയാണല്ലോ. യെസ്. അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് തന്നെ ഒന്നാമത്തെ കാര്യമാണ് കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയും. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ ഇവിടെ എഴുതുകയാണ്. അതായത് 5, 10, 15, 20 എക്സെട്ര. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം 5നോട് 5 കൂട്ടുമ്പോഴാണ് 10 വരിക. 10നോട് വീണ്ടും 5 കൂട്ടുമ്പോഴാണ് 15 വരിക. 15നോട് വീണ്ടും 5 കൂട്ടുമ്പോഴാണ് 20 വരിക. അതായത് 5 എന്ന് പറഞ്ഞ സംഖ്യയാണ് ഇവിടെ സ്ഥിരമായി കൂട്ടി പോയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ഈ സ്ഥിരമായി കൂട്ടി പോയിരിക്കുന്ന ഈ നമ്പർ കണ്ടോ? കോമൺ ആയി പോയിരിക്കുന്ന ആ നമ്പർ കണ്ടോ? ഈ നമ്പർ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? ഓക്കെ, മലയാളത്തിൽ പറയും എന്താണ്? പൊതുവ്യത്യാസം. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് DM. ഓക്കെ ആണോ? അപ്പോ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മളൊരു സീക്വൻസിനകത്ത് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമുക്കറിയാം ഒരു കോമൺ നമ്പർ ആഡ് ചെയ്താണ് എഴുതുന്നത്. ആ കോമൺ നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഓക്കെ ആണോ? യെസ്. അപ്പോ ഇവിടെ തന്നെ ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ 2 ആയിട്ട് തന്നെ എടുക്കും. അതായത് ഒരു സീക്വൻസ് തന്നിട്ട് അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് എടുക്കുന്നതും ആ സീക്വൻസിലെ ഏതെങ്കിലും ടേമുകൾ തന്നിട്ട് കോമൺ ഡിഫറൻസ് എടുക്കുന്നതും. അതായത് ഞാനിപ്പോ പറഞ്ഞു മറ്റൊരു ടൈം എടുക്കുകയാണെങ്കിൽ 5, 7, 9 എക്സെട്ര. ഇതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസാ. കാരണം ഇവിടെ എല്ലാം എത്ര കൂടി പോവുകയാണ്? 2 കൂടി പോവുകയാണ്. അപ്പോ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അതായത് D = ഇക്വേഷൻ x2 - x1. എന്താണ് x2? എന്താണ് x1? മക്കളെ, ഒരു സീക്വൻസ്, അതായത് ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന 5, 7, 9, ഈ സീക്വൻസിലെ ആദ്യത്തെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം വിളിക്കുന്ന പേര് x1. ഈ സീക്വൻസിലെ രണ്ടാമത്തെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് x2, രണ്ടാം പദം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം. മൂന്നാമത് വരുമ്പോൾ അത് x3, അതായത് എന്താണ് മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടൈം.
ഓക്കെ, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? x1. എന്താണ്? x1 ഡിനോട്ട് ചെയ്യുന്നതാണ് x1. സെക്കൻഡ് നമ്പർ എന്താണ്? x2. തേർഡ് നമ്പർ എന്താണ്? x3. അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ആ കോമൺ ഡിഫറൻസിന്റെ പൊതുവായ ഇക്വേഷൻ ആണ് d ഈക്വൽ ടു x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേമിനകത്ത് നിന്ന് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം എന്ത് ചെയ്യുക? കുറച്ച് മാറ്റുക. അതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോ ഒരു സീക്വൻസ് തന്നിട്ട്, അതായത് ഏതെങ്കിലും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് അതിനകത്ത് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ d ഈക്വൽ ടു x2 മൈനസ് x1 അല്ലെങ്കിൽ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. ഇത്രയും ഓക്കെ ആണല്ലോ? യെസ്. ഇനി മറ്റൊരു രീതിയാണ്, നമ്മുടെ സീക്വൻസിനകത്ത് ഏതെങ്കിലും ഒരു ടേം തരും. ഏതെങ്കിലും ഒരു ടേം, സപ്പോസ് ഇപ്പോ ഒരു സീക്വൻസിന്റെ അഞ്ചാം പദം x5 അഞ്ചാം പദം ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അതായത് ഇതുപോലൊരു സീക്വൻസ് ആണ്. അതിനകത്തെ അഞ്ചാമത്തെ ടേം 1, 2, 3 അങ്ങനെ അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് 25 ആണ്. അതേ സീക്വൻസിന് തന്നെ ഇങ്ങനെ പോയി വരുമ്പോഴുള്ള പത്താമത്തെ ടേം എന്ന് പറയുന്നത് 50. ശ്രദ്ധിക്കണം, ആ സീക്വൻസിലെ അഞ്ചാമത്തെ ടേം 25 അതേ സീക്വൻസിലെ പത്താമത്തെ പദം എന്ന് പറയുന്നത് എത്രയാണ്? 50. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, എങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? അല്ലെങ്കിൽ ഈ അഞ്ചാം പദം 25 പത്താം പദം 50 വരുന്ന ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് എന്ന് നിങ്ങളുടെ ചോദ്യം വരും. അപ്പോ അവിടെ d ഈക്വൽ ടു മക്കളെ വേറൊരു ഇക്വേഷൻ ആണ്, പഠിച്ചിട്ടോണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. TD ബൈ PD. എന്താണ് TD ബൈ PD? TD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഡിഫറൻസ്, അതായത് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്താണ് PD? PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം. അതായത് ഇവിടെ ഇതാണ് അവയുടെ സ്ഥാനങ്ങൾ, ഇതാണ് അവയുടെ ടേമുകൾ. അതായത് x5 ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ സ്ഥാനത്ത് 25, x10 ഈക്വൽ ടു 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താമത്തെ സ്ഥാനത്ത് 50. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ d ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേമുകൾ നോക്കുക, 50 മൈനസ് 25 ഡിവൈഡ് ബൈ 50ന്റെ മക്കളെ നോക്കിയേ, 50ന്റെ എന്തുവാ? 50ന്റെ സ്ഥാനം എന്ന് പറയുന്നത് യെസ് 10 ആണ്. മൈനസ് 25ന്റെ എത്തുക യെസ് 5 ആണ്. അതായത് 50 മൈനസ് 25 നമുക്കറിയാം 25 ഡിവൈഡ് ബൈ 10 മൈനസ് 5 ആൻസർ ഈസ് എത്ര വരും ഇവിടെ? 5. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാം. ഒരു സീക്വൻസിലെ ഏതെങ്കിലും ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കാം. മക്കളെ, ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിനോണം, ഇക്വേഷൻ d ഈക്വൽ ടു x2 മൈനസ് x1 അല്ലെങ്കിൽ രണ്ടാം പദം മൈനസ് ഒന്നാം പദം. ഇനി നമ്മുടെ ആ സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേം തരികയാണ്, ശേഷം കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഓർത്തിനോണം മക്കളെ, ഇക്വേഷൻ d ഈക്വൽ ടു TD ബൈ PD. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ബേസ് ആണ് എന്താണ് കോമൺ ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഓക്കെ ആണ്, യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. യെസ്, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. യെസ്, ഒരു ചോദ്യമാണ്, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമാറ്റിക് സീക്വൻസ് 5, 9, 13 എക്സെട്ര. അല്ലെങ്കിൽ 5, 9, 11 എന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം. മക്കളെ, ഇവിടെ വ്യത്യാസം എന്നുള്ളതുണ്ട്. യെസ്, പൊതുവ്യത്യാസം കണ്ടെത്തുക. അപ്പോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ആരാണ്? 5, 9, 13. നമുക്ക് സീക്വൻസ് എടുത്ത് എഴുതാം, 5, 9, 13 എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് വേണം. മക്കളെ, ഞാൻ പറഞ്ഞിരുന്നു, ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ d ഈക്വൽ ടു x2 മൈനസ് x1 അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോ ഇവിടെ സീക്വൻസ് ഉണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് വളരെ എളുപ്പമാണ്. കോമൺ ഡിഫറൻസ് എന്താണ്? കോമൺ ഡിഫറൻസ് പറയുന്നത് മക്കളെ, ഇവിടെ സീക്വൻസ് ഉണ്ട്. അപ്പോ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? യെസ്, d ഈക്വൽ ടു നമുക്കറിയാം x2 മൈനസ് x1, അതായത് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. മക്കളെ, ഇവിടെ സെക്കൻഡ് ടൈം ആരാണ്? സെക്കൻഡ് ടൈം രണ്ടാമത്തെ നമ്പർ ആണ് സെക്കൻഡ് ടൈം. ആരാത്? 9.
മക്കളെ ഒന്നാമത്തെ ടേം ആണ് ഫസ്റ്റ് ടേം. ആരാണത്? 5. അപ്പൊ x2 പകരം 9 മൈനസ് x1 പകരം 5. ആൻസർ ഈസ് എത്ര വരൂടാ? 4 വരും. ഓക്കെ ആണോ? അതായത് നമ്മുടെ ചോദ്യം 5, 9, 13 എന്ന സമാന്തര ശ്രേണി അല്ലെങ്കിൽ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് വേണമായിരുന്നു. അപ്പോൾ ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ d ഈക്വൽ ടു x2 മൈനസ് x1, d ഈക്വൽ ടു x2 മൈനസ് x1. അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന്, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം എന്ത് ചെയ്യുക? കുറച്ച് മാറ്റുക. അതായത് ഇവിടെ രണ്ടാമത്തെ ടേം ആരാണ്? യെസ് 9 ആണ്. മൈനസ് ഫസ്റ്റ് ടേം ആരാണ്? യെസ് 5 ആണ്. അപ്പോൾ 9 മൈനസ് 5 ആൻസർ ഈസ് എത്രയാടാ? 4. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 94, 88 എക്സെട്ര. അതായത് 100, 94, 88 എന്ന സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം. യെസ് മക്കളെ, ഇവിടെയും ചെറിയൊരു ഇതുണ്ട്, പൊതുവ്യത്യാസം കണ്ടെത്തുക. ഓക്കെ, അപ്പൊ നമ്മുടെ സീക്വൻസ് ശ്രദ്ധിച്ചോണേ, ഒരു വെറൈറ്റി ആണ്. 100, 94, 88 എക്സെട്ര. ദാ ഫസ്റ്റ് ടൈം ആരാ? 100 ആണ്. സെക്കൻഡ് ടൈം ആരാണ്? 94 ആണ്. തേർഡ് ടൈം ആരാണ്? 88 ആണ്. ഒരു ചെറിയ വ്യത്യാസമില്ലേ? അതായത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞിരുന്നു, ഫസ്റ്റ് നമ്പറിനോട് കോൺസ്റ്റന്റ് ആയിട്ട് നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. മക്കളെ, അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഫസ്റ്റ് നമ്പറിനോട് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഒരു നമ്പർ കുറച്ച് പോയാലും അത് സീക്വൻസ് ആണ്, ഓർമ്മയിൽ വേണം. ഇതാ നോക്കൂ, ഇവിടെ ഇതാണ് ഫസ്റ്റ് ടൈം, ഇതാണ് സെക്കൻഡ് ടൈം, ഇതാണ് തേർഡ് ടൈം. ഓക്കെ, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. അപ്പോ ഇവിടെ നമുക്കറിയാം, ഒരു സീക്വൻസ് തന്നാൽ അവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല. d ഈക്വൽ ടു x2 മൈനസ് x1 എന്നാണ്. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. ഇവിടെ സെക്കൻഡ് ടൈം ആരാ? യെസ് 94 മൈനസ് ഫസ്റ്റ് ടൈം ആരാ? 100. 94 നിന്ന് 100 കുറയ്ക്കുക. മക്കളെ, നമുക്കറിയാം 94 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയാണ്, 100 എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ദാ ഓർത്തിരുന്നോണം, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. അതായത് ഇവിടെ വലുതെന്ന് പറഞ്ഞാൽ 100 ആണ്, ചെറുതെന്ന് പറഞ്ഞാൽ 94 ആണ്. 100ൽ നിന്ന് 94 കുറയ്ക്കുക. 100ൽ നിന്ന് 94 പോയ ബാക്കി എത്രയാ? യെസ് 6 ആണ്. ഇനി നോക്കേണ്ടത് വലുതിന്റെ ചിഹ്നം ഏതാണെന്നുള്ളതാ. ഇവിടെ വലുത് 100 അല്ലേ? ആ 100ന്റെ സൈൻ നോക്കുക. ആരാണ് 100ന്റെ സൈന്? യെസ് മൈനസ്. സോ ആൻസർ ഈസ് -6. അതായത് ഈ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് -6 ആണ് പൊക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകും. യെസ്, ചോദ്യം നോക്കിയോണേ. The fourth term of an arithmetic sequence is 15 and the ninth term is 35. Then find the common difference. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ നാലാം പദം എന്ന് പറയുന്നത് 15, ഒൻപതാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 35 എങ്കിൽ അവയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക. ഇതാണ് ചോദ്യം. അപ്പോ ശ്രദ്ധിക്കണം, ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ടേം ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് ആരാണ്? x1 ആണ്. രണ്ടാം പദം ആരാണ്? x2 ആണ്. മൂന്നാം പദം ആരാണ്? x3 ആണ്. നാലാം പദം ആരായിരിക്കും? x4 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോർത്ത് ടേം x4 ഈക്വൽ ടു എത്രയാ പറഞ്ഞേക്കുന്നത്? 15. നാലാം പദം 15. ഇനി അവിടുത്തെ നയൻത് ടേം എന്ന് പറഞ്ഞാൽ x9 ഈക്വൽ ടു എത്രയാ? 35. ഓക്കെ, ഇതിന്റെ കോമൺ ഡിഫറൻസ് വേണം. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു കോമൺ ഡിഫറൻസ് രണ്ട് തരത്തിലാണ് കണ്ടുപിടിക്കുന്നത്. ഒന്ന് സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, മറ്റൊന്ന് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇവിടെ സീക്വൻസ് ഇല്ല, പകരം സീക്വൻസിലെ രണ്ട് ടേംസേ ഉള്ളു. അതായത് x4 എന്ന് പറഞ്ഞതും x9 എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, ഏതെങ്കിലും രണ്ട് ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ d ഈക്വൽ ടു ഇക്വേഷൻ TD ഡിവൈഡ് ബൈ PD. അതായത് ടേം ഡിഫറൻസ്, പദങ്ങളുടെ വ്യത്യാസം, ഡിവൈഡ് ബൈ എന്താണ്? പൊസിഷൻ ഡിഫറൻസ്, എന്താണ്? സ്ഥാനത്തിന്റെ വ്യത്യാസം. അതായത് ഇവിടെ ടേം ഡിഫറൻസ് മക്കളെ, ടേം എന്ന് പറഞ്ഞാൽ ഒന്ന് 15, ഒന്ന് 35. കണ്ട,
അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 15ന്റെ എത്രയാ? 4ാമത്. 35ന്റെ എത്രയാ? 9ാമത്. ഓക്കെ, അപ്പൊ ഇവിടെ ടേമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 35 മൈനസ് എത്രയാടാ? 15 ഡിവൈഡ് ബൈ അതിന്റെ പൊസിഷൻ ഡിഫറൻസ് 35ന്റെ എത്രയാടാ? 9 മൈനസ് 15ന്റെ എത്രയാടാ? 4. അതായത് 35 മൈനസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 വരും. ഡിവൈഡ് ബൈ 9 മൈനസ് 4 എത്രയാടാ? 5. അതായത് 20 ഡിവൈഡ് ബൈ 5 ആൻസർ ഈസ് 4. അപ്പോൾ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഓക്കെ, യെസ്. അടുത്തതാണ് ടേംസ് ആൻഡ് പൊസിഷൻസ്, അതായത് പദങ്ങളും സ്ഥാനങ്ങളും. ഓക്കെ, എന്താണ് പദങ്ങളും സ്ഥാനങ്ങളും എന്നൊന്നും ഇവിടെ അർത്ഥമാക്കുന്നത്? എന്റെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്. 5, 10, 15, 20, 25, 30 എക്സെട്ര. ഓക്കെ, നമുക്കറിയാം 5നോട് 5 കൂട്ടിയാണ് എത്ര വരിക? 10 വരിക. അതായത് ഇവിടുന്ന് ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടി എന്ത് വന്നു? 10 വന്നു. വീണ്ടും 10നോട് 5 കൂട്ടിയാണ് 15 വരിക. വീണ്ടും 15നോട് 5 കൂട്ടിയാണ് 20 വരിക. വീണ്ടും 20നോട് 5 കൂട്ടിയാണ് 25 വരിക. വീണ്ടും 25നോട് 5 കൂട്ടിയാണ് 30 വരിക. അങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇതാണ് x1, ഇതാണ് x2, ഇത് x3, ഇത് x4, ഇത് x5, ഇത് x6. ഓക്കെ, മക്കളെ x1നോട് ഒരു ഡി കൂട്ടുമ്പോൾ ആരെത്തൂടാ? x2 എത്തും. ഓക്കെ ആണല്ലോ. ഇനി x1നോട് 1, 2, അതായത് 2 ഡി കൂട്ടുമ്പോൾ മക്കളെ ആരെത്തൂടാ? x3 കിട്ടും. ഓക്കെ, ഇനി x1നോട് 1, 2, 3 എന്ന് പറയുമ്പോൾ 3 ഡി കൂട്ടുമ്പോൾ ആരെത്തൂടാ? x4 എത്തും. ഇനി x1നോട് 1, 2, 3, 4 കൂട്ടുമ്പോൾ ആരെത്തൂടാ? x5 എത്തും. ഇനി x6 എന്ന് പറഞ്ഞാൽ x1നോട് 1, 2, 3, 4, 5 ഡി കൂട്ടുമ്പോൾ ആരാടാ? x6 എന്ന് പറഞ്ഞാൽ x2 എന്ന് പറയുന്നത് x1നോട് ഒരു വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. x3 എന്ന് പറയുന്നത് x1നോട് 1, 2 രണ്ട് വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. ഇനി x4 എന്ന് പറയുന്നത് x1നോട് എത്രയാ മക്കളെ? 3 വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. ഇനി x5 എന്ന് പറയുന്നത് x1നോട് എത്രയാ മക്കളെ? x1നോട് 4 വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. ഇനി x6 എന്ന് പറഞ്ഞാൽ x1നോട് 5 വട്ടം കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ്. അതായത് ഓരോ ടേമും ഉണ്ടായിരിക്കുന്നത് ഓരോ കോമൺ ഡിഫറൻസ് കൂടിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. x1നോട് ഒരു ഡി കൂട്ടുമ്പോൾ x2 എത്തും. x1നോട് 2 എണ്ണം കൂട്ടുമ്പോൾ x3 എത്തും. x1നോട് 3 എണ്ണം കൂട്ടുമ്പോൾ x4 എത്തും. x1നോട് 4 എണ്ണം കൂട്ടുമ്പോൾ x5 എത്തും. x1നോട് 5 എണ്ണം കൂട്ടുമ്പോൾ x6 എത്തും. ഓക്കെ, ദാ ഒന്ന് നോക്കിയടാ. ഇവിടെ x1, x2, x3, x4, x5, x6. ഓക്കെ, ഇപ്പോ എനിക്ക് x3യിൽ നിന്ന് x6 എത്തണം. ശ്രദ്ധിക്കണം, x3യിൽ നിന്ന് x എവിടെത്തണം? 6 എത്തണം. അപ്പോ നോക്കണം, x3യിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് x4 എത്തുക. x3യിൽ നിന്ന് വീണ്ടും 1, 2 എണ്ണം കൂട്ടുമ്പോഴാണ് x5 എത്തുക. 1, 2, 3 എണ്ണം കൂട്ടുമ്പോഴാണ് x6 കിട്ടുക. എന്ന് പറഞ്ഞാൽ x6 എന്ന് പറയുന്നത് x3 പ്ലസ് എത്ര ഡിയാ? 1, 2, 3. അതായത് x3 പ്ലസ് 3d. അതായത് ഒരു സീക്വൻസിനകത്ത് ഓരോ ടേമുകൾ എന്ന് പറയുന്നത് മറ്റോരോ ടേമുകളോടൊപ്പം കോമൺ ഡിഫറൻസ് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുന്നതോ ആണ്. ഓക്കെ, അതായത് എനിക്കിപ്പോ എന്താണ്, എന്റെ കയ്യിൽ x1 ഉണ്ട്, എനിക്ക് ആരെ വേണം? x6നെ വേണം. അപ്പൊ x6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x1നോട് എത്ര ഡി കൂട്ടുന്നതാ? 1, 2, 3, 4, 5. എത്ര മക്കളെ? യെസ്, 5 ഡി. ഓക്കെ ആണല്ലോ. ഇനി എന്റെ കയ്യിൽ x2 ഉണ്ട്. ആരുണ്ട്? x2 ഉണ്ട്. എനിക്ക് x5 വേണം. അപ്പൊ x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു x2നോട് എത്ര ഡി കൂട്ടുന്നയാ? യെസ്, 1, 2, 3, അതായത് 3 ഡി. ടേം ആൻഡ് പൊസിഷൻ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻസ് കാണാം. അതായത് ഏതെങ്കിലും സീക്വൻസ് തന്നിട്ട് ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിരിക്കും ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അതിന്റെ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു ബേസിക് കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. യെസ്, ചോദ്യം fourth term of an arithmetic sequence is 15 and ninth term of an arithmetic sequence is 35. Then find the common difference, find the 25th term. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ അഡീഷണൽ വന്നേ ഉള്ളൂ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 15ഉം 9ാം പദം 35ഉമാണ് എങ്കിൽ അവിടുത്തെ പൊതുവ്യത്യാസം കണ്ടെത്തുക, 25ാം പദവും കണ്ടെത്തണം. ഓക്കെ, അപ്പോ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണേ മക്കളെ, x4 ഈക്വൽ ടു 15. ഓക്കെ, നയൻത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ x9 എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം കണ്ടെത്തണം. അപ്പൊ നമുക്കറിയാം d ഈക്വൽ ടു ഇക്വേഷൻ. എന്തായിരുന്നു ഇക്വേഷൻ? ഒരു സീക്വൻസിലെ ഏതെങ്കിലും 2 ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് TD ഡിവൈഡ് ബൈ PD എന്നാണ്. അതായത് ടേം ഡിഫറൻസ്, പദങ്ങളുടെ വ്യത്യാസം, ഡിവൈഡ് ബൈ എന്താണ്? പൊസിഷൻ ഡിഫറൻസ്, അതായത് സ്ഥാന വ്യത്യാസം. അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് ഏതൊക്കെയാ? ഒന്ന് 35, ഒന്ന് 15. അപ്പൊ 35 മൈനസ് 15 ഡിവൈഡ് ബൈ 35 സ്ഥാനം 9 മൈനസ് 15 സ്ഥാനം 4. ഇത്രയും ഓക്കെ ആണോ? അതായത് 35 മൈനസ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 9 മൈനസ് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ ആൻസർ ഈസ് 4. അപ്പോ കോമൺ ഡിഫറൻസ് പറയുന്നത് എത്രയാണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 4 ആണ്. ഇതാ നോക്കിയോണേ. എന്നാൽ നമുക്ക് വേണ്ട അത് മാത്രമാണോ? അല്ല, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് വേണം, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് കൂടാതെ നമുക്ക് വേണം ഫൈൻഡ് ദ 25th ടേം. അതായത് 25ാം പദവും കൂടി നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? കണ്ടുപിടിക്കണം. നോക്കിയോണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടേമിനോടോ സെക്കൻഡ് ടേമിനോടോ തേർഡ് ടേമിനോടോ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതാണ് ഓരോരോ ടേമുകൾ ഉണ്ടാവുന്നതിന് കാരണം. അപ്പൊ ഇവിടെ നമുക്ക് x4 ഉണ്ട്, x9 ഉണ്ട്. നമുക്ക് വേണ്ടത് x25 ആണ്. ആര് വേണം? x25 വേണം. മകളെ, x25 എത്താൻ ഏറ്റവും എളുപ്പം ഇവിടുന്ന 4 നിന്നാണോ 9 നിന്നാണോ? അതായത് 4 നിന്ന് 25 എത്താനാണോ എളുപ്പം, അതോ 9 നിന്ന് 25 എത്താനാണോ എളുപ്പം? യെസ്, നമുക്കറിയാം 9 ആണ് 25 അടുത്തുള്ളത് അല്ലെ. അപ്പൊ 9 നിന്ന് 25 എത്താനാണ് ഏറ്റവും എളുപ്പം. അപ്പൊ x25 ഈക്വൽ ഞാൻ എടുക്കുന്നത് x9. x എന്താണ്? 9 പ്ലസ് എത്ര d ആണ് നമുക്കറിയാവോ? ഇല്ല. നമുക്ക് എഴുതി ചെയ്ത് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോ അതിനുള്ള എളുപ്പ വഴിയാണ് മക്കളെ, ഇവിടെ നോക്കുക എത്രയാ? 25. ഇവിടെ നോക്കുക എത്രയാ? 9. മക്കളെ 25 മൈനസ് 9. 25 മൈനസ് 9 എത്രയാണ്? 25 മൈനസ് 9 എന്ന് പറയുന്നത് യെസ് 16 ആണ്. അപ്പോ x25 എന്ന് പറഞ്ഞാൽ x9 പ്ലസ് ആലോചിച്ചോണം 16d. അതായത് ഇവിടെ 25 മൈനസ് 9 ആണ്. സോ 25 മൈനസ് 9 ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ്. അത്രയും d അങ്ങ് കൂട്ടി കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മുടെ ചോദ്യം x25 ആണ്. അപ്പൊ x25 ഈക്വൽ ടു x9 പ്ലസ് എത്ര എഴുതി നമ്മള്? 16d എന്ന് എഴുതി. അതായത് ഇവിടെ x9 നമുക്കറിയാം. ആരാ x9? യെസ്, ദാ കിടക്കുന്നു 9th ടൈം x9. ആരാത്? യെസ് 35 പ്ലസ് 16d എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു ഡിക്ക് പകരം എത്രയാ? ഡിക്ക് പകരം യെസ് 4. ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ 35 പ്ലസ് 16 ഇൻറ്റു 4. 16 ഇൻറ്റു 4 മക്കളെ, 16 ഇൻറ്റു 4 എത്ര വരും? 16 ഇൻറ്റു 4 എന്ന് പറഞ്ഞ 6 4 ഇസ് 24 ശിഷ്ടം 2 1 4 4 കൂട്ടുമ്പോൾ എത്ര മക്കളെ? യെസ് 64. എത്രയാണ്? 64. അപ്പോൾ 64 എന്ന് വരും മക്കളെ. അതായത് 35 പ്ലസ് 64 മക്കളെ എത്രയാടാ? 35 പ്ലസ് 64 എന്ന് പറയുമ്പോൾ യെസ് 30ഉം 60ഉം 90. 5ഉം 4ഉം എത്രയാടാ? 5 പ്ലസ് 4 എന്ന് പറയുന്നത് യെസ് 9. ആൻസർ ഈസ് 99. ഓക്കെ, ഇത്രയും ഡൗട്ട് ഉണ്ടോ? യെസ്, സെറ്റ് ആണ്. കുറച്ചു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോണെ. കുറച്ചു കാര്യം നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക കേട്ടോ. ഇതാ ഞാനൊരു സീക്വൻസ് എടുക്കുകയാണേ. ഫോർ എക്സാമ്പിൾ 3, 5,
7, 9, എക്സെട്ര. അതായത് 3, 5, 7, 9 എന്ന് പറഞ്ഞ ഒരു സീക്വൻസ്. ഈ സീക്വൻസ് നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? യെസ് 2 ആണ്. അതായത് 2 കൂടിയാണ് ഇവിടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ഈ സീക്വൻസ് ഞാൻ കാര്യം മനസ്സിലാക്കാൻ പോകുന്നു. നോക്കിയോണേ, നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണല്ലോ. ഈ 2 കൊണ്ട് നിങ്ങൾ എല്ലാ ടേമിനും ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ദാ ഫസ്റ്റ് വൺ 3 ഡിവൈഡ് ബൈ 2. 3 ഡിവൈഡ് ബൈ എത്ര മക്കളെ? 2. നോക്കിയോണേ മക്കളെ, യെസ് ദാ ഒരു 2 ശിഷ്ടം എത്ര വന്ന്? 1 വന്ന്. അതായത് റിമൈൻഡർ എന്ന് പറയുന്ന ഇവിടെ എത്ര മക്കളെ? 1 വന്ന്. ഒന്ന് നോക്കി വെച്ചോണേ. അടുത്ത ടേം 5 ഡിവൈഡ് ചെയ്യാൻ പോവാണേ. നോക്കിയോണേ, 2 കൊണ്ടാണേ. ദാ 2 വെട്ടം എത്രയാ? 4. എത്ര വന്ന് റിമൈൻഡർ? യെസ് 1 വന്ന്. അതായത് 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒരു 2 ശിഷ്ടം എത്ര റിമൈൻഡർ വന്നത്? ശിഷ്ടം വന്ന എത്രയാ? 1 വന്ന. ഇനി 5 എന്ന് പറഞ്ഞ ടേമിനെയും കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്തു. അവിടെയും എത്ര വന്ന് ശിഷ്ടം എന്ന് പറയുന്നത്? 1 വന്നു. ഇനി അടുത്ത 7 നോക്കാം. 7 ഡിവൈഡ് ബൈ 2 പറഞ്ഞ മക്കൾ എത്രയാ? യെസ് 3, 2, 6. എത്ര വന്ന് അവിടെ ശിഷ്ടം? 1. ഇനി അടുത്ത് നോക്കാം. 9 ഡിവൈഡ് ബൈ 2 പറഞ്ഞ എത്രയാ? യെസ് 4, 2, 8 ശിഷ്ടം 1. അതായത് ഈ സീക്വൻസിൽ ഉടനീളം ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. അതായത് അവിടുത്തെ എല്ലാം റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്? യെസ് 1 ആണ്. അതായത് ഈ സീക്വൻസിലെ ഏത് ടൈം എടുത്തോ, ഫസ്റ്റ് ടൈമോ സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ 10ാമത്തെ ടൈമോ 20ാമത്തെ ടൈമോ 100ാമത്തെ ടൈമോ ഏത് ടൈം എടുത്താലും ആ ടൈമിനെ കോമൺ ഡിഫറൻസും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എന്തേ കാണത്തുള്ളൂ? ഒരു റിമൈൻഡർ കാണത്തുള്ളൂ. അതായത് ഓരോ സീക്വൻസിലും അതിൻ്റെതായിട്ടുള്ള കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക തരത്തിലുള്ള എന്ത് കാണും? ഒരു റിമൈൻഡർ കണ്ടിരിക്കും. അത് അതിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സീക്വൻസ് 3, 5, 7, 9 എന്നാണ്. ഈ സീക്വൻസിന്റെ ഓരോ ടൈമിനെ ഞാൻ എന്ത് ചെയ്തു? യെസ് കോമൺ ഡിഫറൻസ് ആയി 2 ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ടൈമിനെ ഡിവൈഡ് ചെയ്തു, സെക്കൻഡ് ടൈമിനെ ചെയ്തു, തേർഡ് ടൈമിനെ ചെയ്തു, ഫോർത്ത് ടൈമിനെ ചെയ്തു. അപ്പൊ ഓരോ ടൈമിനെയും ഞാൻ 2 ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ എല്ലാ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വന്നേക്കുന്നത്? യെസ് 1 ആണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സീക്വൻസിലെ ഏത് ടേമും, അതായത് ഈ സീക്വൻസിൽ ടേം ആണോ ആ ടേം കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കണം മക്കളെ? യെസ് 1 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണേ. ദാ നോക്കിക്കോണേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് 101 ഈസ് എ ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 7, 10, 30. അഥവാ 7, 10, 13 എന്ന സമാന്തര ശ്രേണിയിലെ എന്താണ് മക്കളെ? ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ 101 എന്നാണ് ചോദ്യം. അതായത് നമുക്ക് ചെക്ക് ചെയ്യാനാ. 101 എന്ന് പറയുന്നത് 7, 10, 13 എന്നിന് പോകുന്ന ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണോ 101 കണ്ടുപിടിക്കണം. അപ്പോ ഇവിടെ ചെയ്യേണ്ടത് നമുക്കറിയാം സീക്വൻസ് 7, 10, 13 എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 - 7 എത്രയാടാ? യെസ് 3. അപ്പോ ഈ സീക്വൻസിലെ ഒരു ടേം ആണോ 101 എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ 101 ടേം ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഈ സീക്വൻസിലെ ഏതെങ്കിലും ടേമിനെ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്ത് നോക്കുക. അത് ഞാൻ ഇപ്പൊ എടുക്കുകയാണ്, 7 എടുക്കുകയാണ്. 7 ഡിവൈഡ് ബൈ 3. ഓക്കെ, ഇതാ പറഞ്ഞടാ 7നെ 3 ഡിവൈഡ് ചെയ്യാൻ പോവാ. എത്ര വരും? ഒരു 3, 3, 2, 3, 6. ശിഷ്ടം എത്ര വന്ന്? 1 വന്ന്. അതായത് അതിനർത്ഥം ഈ സീക്വൻസിലെ ഏത് ടേമും 3 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അപ്പോ 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആകണമെങ്കിൽ, അല്ലെങ്കിൽ ടേം ആണെങ്കിൽ അതിനെയും ഈ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരണ്ടായോ? വരണോടാ? വരണം. അതായത് 7 എന്ന് പറയുന്നത് അതേ സീക്വൻസിലെ ടേം ആണ്. അതായത് 7 എന്ന് പറയുന്ന സംഖ്യ ഈ പറഞ്ഞ സീക്വൻസിലെ ടേം ആണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 100 ടേം ആണോ എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ ഈ 100നെ നമ്മൾ എന്ത് ചെയ്യുക? യെസ് കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് മക്കളെ 1 കിട്ടുകയാണെങ്കിൽ ഉറപ്പിച്ചോണം ആ 101 എന്താണ്? ടേം ആണ്. ഇനി 1 കിട്ടിയില്ലെങ്കിൽ എടുത്ത് അയ്യത്ത് കളയുക, കാരണം ടേം അല്ല. യെസ്, അപ്പൊ നോക്കുക, ഇവിടെ 101 ആണ്.
സോ 100 ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇതാ ഒന്ന് പറഞ്ഞ മക്കളെ. യെസ്, 3 3 9 എത്ര വന്ന്? 1 വന്ന്. കഴിഞ്ഞില്ല. ഒന്ന് താത്തിറക്കുക. എന്ത് ചെയ്യുക? താത്തിറക്കുക. പറഞ്ഞ മക്കളെ വീണ്ടും 3 3 യെസ് 9 ശിഷ്ടത്ര മക്കളെ എത്ര വന്നത്? 2. നമുക്ക് എത്ര ആയിരുന്നു വരേണ്ടത്? 1 വരണമായിരുന്നു. കാരണം ഈ ഒരു സീക്വൻസിലെ ടേമുകളുടെ എല്ലാം ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ സീക്വൻസ് ടേമുകളെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരിക എന്നുള്ളതാണ്. അപ്പോ ഈ 101നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? റിമൈൻഡർ 2 കിട്ടി. അപ്പോ ഇവിടെ എത്ര ആയിരുന്നു വരേണ്ടത്? 1 ആയിരുന്നു വരേണ്ടത്. എത്ര വന്നത്? 2 ആണ്. അപ്പോൾ ഇവിടെ വന്നത് 2 ആണ്, നമുക്ക് കിട്ടേണ്ടത് 1 ആയിരുന്നു. സോ 101 ടേം ആണോ? അല്ല. 101 എന്തല്ല? ടേം അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം എന്താണ് ഹിയർ എന്ന് നമുക്ക് എഴുതാം. യെസ്, ഈ പറഞ്ഞ 101 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് 101 എന്ന് പറയുന്നത് ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമല്ല. ഓക്കെ ആണോ? യെസ്. വേണം നമുക്ക് മറ്റൊരു വഴിയുണ്ട് ഇതിനകത്ത്. ദാ നോക്കിയിരുന്നോണേ. യെസ്, മറ്റൊരു വഴിയാണ്. അതായത് സെക്കൻഡ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാ സെക്കൻഡ് മെത്തേഡ്. അതായത് നോക്കുക, നമുക്ക് തെളിയിക്കേണ്ട ആ ഒരു ടേം ആണോ തെളിയിക്കേണ്ട സംഖ്യ എടുക്കുക. ആരാണ്? 101. ഓക്കെ ആണല്ലോ. ശേഷം നമ്മുടെ ഈ സീക്വൻസിലെ ഫസ്റ്റ് ടൈം എടുക്കുക. ആരാണ്? 7. അവ തമ്മിൽ മൈനസ് ചെയ്യുക. അവ തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എത്ര കിട്ടും ആൻസർ? യെസ്, 94. എത്രയാണ്? 94. ഈ കിട്ടിയ 94നെ കിട്ടിയ എന്താണ്? കിട്ടിയ 94നെ കോമൺ ഡിഫറൻസ് ആയ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 94 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ടേം ആണ്, അല്ലെങ്കിൽ ടേം അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം 94നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 94നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരണം. 0 ആണെങ്കിൽ മൾട്ടിപ്പിൾ ആണ്, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 3 എത്രയാ? യെസ്, നമുക്കറിയാം 3 വട്ടം എത്ര വരും? 9 വരും. 0 4 താത്തിറക്കി. ഒരു വട്ടം 3 എത്ര വന്നു? ആൻസർ 1 വന്നു. ഓക്കെ, അപ്പോ ഇത് 3യുടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ടേം. ഇവിടെ മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം വന്നേക്കുന്നത് 1 ആ. മൾട്ടിപ്പിൾ ആയിരുന്നെങ്കിൽ ഇവിടെ എത്ര വരണമായിരുന്നു? 0 വരണമായിരുന്നു. സോ നമുക്ക് പറയാം 101 എന്തല്ല? ഇസ് എ നോട്ട് എ ടേം. അപ്പോ ടേം കണ്ടുപിടിക്കാൻ 2 രീതി പറ്റും. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടിരുന്നോണം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോ ആ സീക്വൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന റിമൈൻഡർ നമ്മൾ നോക്കി വെക്കുക. അതേ റിമൈൻഡർ തന്നെയാണോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടേമിന് കിട്ടുന്നെങ്കിൽ അത് ടേം ആണ്, അല്ലെങ്കിൽ എന്തല്ല മക്കളെ? ടേം അല്ല. രണ്ടാമത്തെ മെത്തേഡ് ചെക്ക് ചെയ്യുന്ന ടേമിനെ സീക്വൻസിലെ ഫസ്റ്റ് ടേമുമായി മൈനസ് ചെയ്യുക. കിട്ടുന്ന ആൻസറിനെ കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുകയാണെങ്കിൽ ടേം ആണ്, അല്ലെങ്കിൽ ടേം അല്ല. അപ്പോ 2 വഴിയാണ് നമ്മൾ പഠിച്ചത്, 2 മെത്തേഡ്. ഓക്കെ ആണല്ലോ ഇത്രയും? യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് സമ്മ് അല്ലെങ്കിൽ തുക, മിഡ് ടേം അല്ലെങ്കിൽ മധ്യപദം, നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. അതായത് ഇവ 3 തമ്മിലുള്ള റിലേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സമ്മ്, മിഡ് ടേം, നമ്പർ ഓഫ് ടേം, അല്ലെങ്കിൽ മറ്റു പറയാം ഇങ്ങനെയാണ്: തുക, മധ്യപദം, പദങ്ങളുടെ എണ്ണം. ഇതാ നോക്കാം. സമ്മ്, മിഡ് ടേം, നമ്പർ ഓഫ് ടേം. തുക, മധ്യപദം, പദങ്ങളുടെ എണ്ണം. അതായത് ഞാൻ ഒരു സീക്വൻസ് എടുക്കുകയാണ്. 3, 6, 9. 3, 6, 9 3 ടേംസ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ നടുക്ക് കാണുന്ന ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് മക്കളെ മിഡ് ടേം. അതായത് ഒരു സീക്വൻസിന്റെ അല്ലെ തന്നിരിക്കുന്ന ഒരു സീക്വൻസിന്റെ നടുക്കുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? മിഡ് ടേം. ഇനി ഈ പറഞ്ഞ ടേമുകളെല്ലാം തമ്മിൽ കൂട്ടുന്നതാണ് സമ്മ്. ഇവിടെ എല്ലാം എണ്ണമാണ് നമ്പർ ഓഫ് ടേംസ്, അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. അപ്പോ ഇവിടെ പഠിക്കേണ്ട ഒരു റിലേഷൻ ഉണ്ട്. അതായത് സം ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മിഡ് ടേം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടേം, ആൻഡ് നമ്പർ ഓഫ് ടേം ഈക്വൽ ടു സം ബൈ മിഡ് ടേം. 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്.
സമ്മ്, മിഡ് ടേം, നമ്പർ ഓഫ് ടേം എന്നിങ്ങനെ 3 എലമെന്റ്സ് ആണുള്ളത്. ഇവിടെ റിലേഷൻസ് ആണ് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്വൻസിനകത്ത് സമ്മ്, മിഡ് ടേം, നമ്പർ ഓഫ് ടൈം എന്നീ രീതിയിൽ തരികയാണെങ്കിൽ അവിടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മിഡ് ടേം ഇൻടു നമ്പർ ഓഫ് ടൈം ആണ്. അവിടെ മിഡ് ടൈം ചോദിക്കുകയാണെങ്കിൽ അത് സം ബൈ നമ്പർ ഓഫ് ടൈം ആണ്. ഇനി അവിടെ നമ്പർ ഓഫ് ടൈം ചോദിക്കുകയാണെങ്കിൽ അത് സം ബൈ മിഡ് ടൈം ആണ്. ഓക്കെ, അപ്പൊ 3 ഇക്വേഷൻ ആണ്. ഒന്ന് സം ഈക്വൽ ടു മിഡ് ടൈം ഇൻടു നമ്പർ ഓഫ് ടൈം, 2 മിഡ് ടൈം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടൈം, 3 നമ്പർ ഓഫ് ടൈം ഈക്വൽ ടു സം ബൈ മിഡ് ടൈം. ഓക്കെ, യെസ്, ഒന്നും വേണമെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ ഇക്വേഷൻസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേ മതിയാവൂ. ഓക്കെ, സം, മിഡ് ടൈം, നമ്പർ ഓഫ് ടൈം. ഓക്കെ, എന്താ ഇക്വേഷൻ പറഞ്ഞത്? സം ഈക്വൽ ടു, അതായത് സം ചോദിച്ചു കഴിഞ്ഞാൽ മിഡ് ടൈം ഇൻടു നമ്പർ ഓഫ് ടൈം, മിഡ് ടൈം ഇൻടു നമ്പർ ഓഫ് ടൈം. ഓക്കെ, ഇനി എന്ത്? മിഡ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം, മിഡ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം. ഓക്കെ, ഇനി നമ്പർ ഓഫ് ടൈം ചോദിക്കുകയാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ടൈം ചോദിക്കുകയാണെങ്കിൽ സം ഡിവൈഡ് ബൈ മിഡ് ടൈം, സം ഡിവൈഡ് ബൈ മിഡ് ടൈം. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഇക്വേഷൻസ് ആണ് കേട്ടോ. ഈ 3 ഇക്വേഷനും വളരെ വൃത്തിയായി പഠിച്ചേ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. യെസ്, നോക്കിക്കോണേ. യെസ്, സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഓഫ് an arithmetic sequence is 140, then what is the fourth term? അതായത് ഒരു സീക്വൻസിന്റെ അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140 ആണ് എങ്കിൽ അവയുടെ 4ാം പദം കണ്ടെത്തുക. ഓക്കെ, അപ്പോ ആദ്യത്തെ 7 പദങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ആദ്യത്തെ 7 പദം എന്ന് പറയുമ്പോൾ ആരൊക്കെ മക്കളെ? x1, x2, x3, x4, x5, x6, x7. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ 7 പദങ്ങളുടെ, അതായത് സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 പ്ലസ് x7 എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞേക്കുന്നത് 140. അതായത് ഈ പറഞ്ഞ 7 പദങ്ങളുടെ സം എത്രയാണ്? 140. എത്രയാണ്? 140. ഓക്കെ, എങ്കില് ഈ ശ്രേണിയുടെ 4ാമത്തെ പദം കണ്ടെത്തുക. എന്നിട്ട് 4ാമത്തെ പദം മക്കൾ എവിടെ? 4ാമത്തെ പദം അതാണ്. യെസ്, ഫോർത്തെ x4. എടാ നോക്കിയേ, x4 എന്ന് പറയുന്നത് ഈ പറഞ്ഞ 7 ടേംസിന്റെ മിഡ് ടേം അല്ലയോ? ആണോ? ആണ്. അത് കണ്ടെത്താൻ എളുപ്പമാർഗമുണ്ട്. അതായത് മിഡ് ടൈം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എത്ര ടൈംസാ? ഫസ്റ്റ് 7 ടൈംസ്, അതായത് 7 പദങ്ങളാ. ആ 7നെ 1 കൊണ്ട് കൂട്ടുക, 7 + 1. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 7 + 1 8 ഡിവൈഡ് ബൈ 2 ആൻസർ എത്രയാ? 4 എന്ന് പറഞ്ഞാൽ 7ന്റെ മിഡ് ടൈം ആരാണ്? 4 ആണ്. അപ്പോൾ x4 ആണ് ഇവിടുത്തെ മിഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദ്യം മിഡ് ടൈം കണ്ടുപിടിക്കാനാ. എന്തുപിടിക്കാനാണ്? യെസ്, മിഡ് ടൈം കണ്ടുപിടിക്കാനാ, മധ്യപദം കണ്ടുപിടിക്കാനാ. നമ്മൾ പഠിച്ചു 3 ഇക്വേഷൻ. ഒന്ന് സം ഈക്വൽ ടു എന്താടാ? മിഡ് ടൈം ഇൻടു നമ്പർ ഓഫ് ടൈം. 2 നമ്മൾ പഠിച്ചു മിഡ് ടൈം ഈക്വൽ ടു എന്താടാ? സം ബൈ നമ്പർ ഓഫ് ടൈം. 3 നമ്മൾ പഠിച്ചു എന്താടാ? നമ്പർ ഓഫ് ടൈം. യെസ്, സം ബൈ മിഡ് ടൈം. അതായത് മധ്യപദം അല്ലെങ്കിൽ മിഡ് ടൈമിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് മിഡ് ടൈം? മധ്യപദം. മിഡ് ടൈം ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം. യെസ്, അപ്പൊ ഇവിടെ x4 മിഡ് ടൈം ആണ്. സോ ആ x4 ഈക്വൽ ടു മിഡ് ടൈം ഈക്വൽ ടു എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം. അപ്പോ ഇവിടുത്തെ ഈ പറഞ്ഞ 7 നമ്പേഴ്സിന്റെ സം എത്രയാടാ? യെസ്, നമുക്കറിയാം 140 ആണ്. ഡിവൈഡ് ബൈ എത്ര എണ്ണം? അത് 1 2 3 4 5 6 7. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. ഡിവൈഡ് ബൈ 7. ഓക്കെ ആണല്ലോ. അതായത് 140 ഡിവൈഡ് ബൈ 7 എന്നാണ്. ആൻസർ ഈസ് 20. ആൻസർ ഈസ് എത്രയാണ്? 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ സീക്വൻസിലെ 4ാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? x4 ഈക്വൽ ടു 20. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. യെസ്, അപ്പോ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140, then what is the fourth term? അതായത് നമ്മൾ ആദ്യം 7 പദവും എഴുതി. അപ്പോ നമുക്ക് മനസ്സിലായി 7 പദങ്ങളുടെ മിഡ് അല്ലെങ്കിൽ നടുക്കാണ് x4 വരുന്നത്. അതിനുള്ള മറ്റൊരു വഴിയാണ് എന്താണ്?
എത്രണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 7ന്റെ നടുക്ക് ഭാഗം അല്ലെങ്കിൽ മധ്യഭാഗം കണ്ടെത്താൻ വേണ്ടി 1 കൂട്ടുക, ഡിവൈഡ് ബൈ 2. 7 + 1 8, ഡിവൈഡ് ബൈ 2 4. അപ്പൊ x4 എന്ന് പറയുന്നത് മിഡ് ടേം ആണെന്ന് നമ്മൾ ഉറപ്പിച്ചു. യെസ്. ഇനി ഈ x4 ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം. x4 മിഡ് ടേം ആണ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? മിഡ് ടേം ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടൈം. അപ്പൊ x4 ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു സം എത്രയാണ്? 140 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം എത്രയാണ്? 7. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി മക്കളെ? ആൻസർ 20 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ x4 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. ഓക്കെ, യെസ്. യെസ്. അടുത്ത ദിവസം നോക്കി. സെയിം രീതി തന്നെ, കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് ആയെന്നുള്ളൂ. ഇതാ നോക്കിയോണേ. ചോദ്യം: the sum of the first 7 terms of an arithmetic sequence is 140 and the sum of first 11 terms of the sequence is 440. Then find the fourth term, find the sixth term, what is the common difference of this sequence and find the first term. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയാ? 140. അതേ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്രയാ? 440. എങ്കിൽ 4ാം പദം x4 കണ്ടുപിടിക്കണം. 6ാം പദം x6 വേണം. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം d വേണം. ആൻഡ് ആദ്യ പദം x1 ഫസ്റ്റ് ടൈം വേണം. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്. അപ്പോ ഈ സീക്വൻസിന്റെ ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? 7 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നോക്കണം മക്കളെ. x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് x7 ഈക്വൽ ടു എത്രയാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? 140. അതേ സീക്വൻസിന്റെ ആദ്യത്തെ 11 പദങ്ങൾ എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് x11 ഈക്വൽ ടു 440. നമുക്ക് വേണ്ടത് എന്താടാ? യെസ്, ഇവിടുത്തെ 4th ടേം, 6th ടേം, കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം. അതായത് 4ാം പദം കണ്ടെത്തണം, 6ാം പദം കണ്ടെത്തണം, പൊതുവ്യത്യാസം വേണം, ആദ്യ പദവും വേണം. അപ്പൊ നോക്കിയ മക്കളെ, 1 മുതൽ 7 വരെ മക്കളെ 1ന്റെയും 7ന്റെയും ഇടയ്ക്കുള്ളതാണോ ഫോൾ ടൈം? നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, 7ന്റെ മിഡ് ടൈം ആണോ? അപ്പൊ നമ്മൾ 7 + 1 ഡിവൈഡ് ബൈ 2, അതായത് 8/2, ആൻസർ 4. അപ്പൊ x4 എന്ന് പറയുന്നത് that is equal to mid term. ആരാടാ? മിഡ് ടൈം. അപ്പൊ x4 മിഡ് ടൈം ആകുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, യെസ്, x4 മിഡ് ടൈം ആണെങ്കിൽ യെസ് നമുക്കറിയാം മിഡ് ടൈം ഈക്വൽ ടു ഇക്വേഷൻ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം ആണ്. അതായത് x4 ഈക്വൽ ടു ഇവിടെ സം എത്രയാ? 140 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം എത്രയാ? 7. ആൻസർ ഈസ് എത്ര വരും മക്കളെ? 20. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ x4 കിട്ടി, 20 ആണ്. ഇനി അടുത്തത് മക്കളെ ആദ്യത്തെ 11 പദങ്ങളുടെ സമ്മ. അവിടെ നമുക്ക് x6 വേണം. അപ്പൊ 11നകത്ത് 6 എന്ന് പറയുന്ന മിഡ് ടൈം ആണോ? ചെക്ക് ചെയ്യാം. 11 + 1 ഡിവൈഡ് ബൈ 2, 11 + 1 12 ഡിവൈഡ് ബൈ 2, ആൻസർ ഈസ് 6. യെസ്, അപ്പൊ x6 എന്ന് പറയുന്നത് ഈസ് എ മിഡ് ടൈം, മധ്യപദമാണ്. അപ്പോ ആ മിഡ് ടൈം ഈക്വൽ ടു നമുക്കറിയാം ഇക്വേഷൻ സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം ആണ്. സം ഡിവൈഡ് ബൈ എന്താണ്? നമ്പർ ഓഫ് ടൈം ആണ്. അതായത് മിഡ് ടൈം ഈക്വൽ ടു അല്ലെങ്കിൽ x6 ഈക്വൽ ടു എത്ര മക്കളെ? ആദ്യത്തെ 11 സം എത്രയാ മക്കളെ? പറഞ്ഞ സം എത്രയാ? സം എത്രയാ? യെസ്, സം എന്ന് പറയുന്നത് 440 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടൈം എത്രയാടാ? 11. ഡൗട്ട് ഉണ്ടോ? യെസ്, അതായത് x6 ഈക്വൽ ടു 440 ഡിവൈഡ് ബൈ 11, ആൻസർ എത്ര രൂപ മക്കളെ? 40. ആൻസർ എത്രയാണ്? 40. അപ്പോൾ ഇവിടെ 4ാമത്തെ പദം എന്ന് പറയുന്നത് 20, 6ാമത്തെ പദം എത്രയാണ്? 40. ഇത്രയും ഓക്കെ അല്ലയോ? യെസ്. അപ്പൊ നമുക്ക് x4 കിട്ടി, x6 കിട്ടി. ഇനി നമുക്ക് ആരെ വേണം? യെസ്, കോമൺ ഡിഫറൻസ് വേണം. ദാ നോക്കിയേ മക്കളെ, കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു ഇവിടെ സീക്വൻസ് ഇല്ല, സീക്വൻസിലെ 2 ടേമുകളേ ഉള്ളൂ. അതായത് x4 ഉം x6 ഉം അടുത്തടുത്തല്ല.
അപ്പോ ഡി ഈക്വൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ നമുക്കറിയാം ടി ഡി ഡിവൈഡ് ബൈ പി ഡി എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്. ആരൊക്കെയാ അത്? നമ്മളെ ടേം ഇവിടെ ഒന്ന് 14, മറ്റൊന്ന് എത്രയാടാ? 20. അപ്പോൾ 40 മൈനസ് 20 ഡിവൈഡ് ബൈ മകളെ 40യുടെ സ്ഥാനം എത്രയാ? x6 അല്ലേ? അപ്പോൾ 6 മൈനസ് 20യുടെ സ്ഥാനം എത്രയാ? x4 അല്ലേ? അപ്പോൾ 4. അതായത് 20 ഡിവൈഡ് ബൈ എത്രയാണ് മക്കളെ? 2. ആൻസർ ഈസ് 20 ഡിവൈഡ് ബൈ 2 10. അപ്പോ ഈ പറഞ്ഞ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് മക്കളെ? 10. ഇനി നമുക്ക് ഒരാളെയും കൂടി മാത്രമേ ബാലൻസ് ചെയ്യുന്നുള്ളൂ. ആരാണ് അവൻ? ഫസ്റ്റ് ടൈം. ആരാണ്? ഫസ്റ്റ് ടൈം. അപ്പൊ നമ്മുടെ കയ്യില് x4 ഉണ്ട് മക്കളെ. x4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? x4 എന്ന് പറയുന്നത് x4 യെസ് x4 നമുക്ക് ഇവിടെ കിട്ടി. എത്രയാ? യെസ് 20 ആണ്. എടുത്തെഴുതി x4 ഈക്വൽ 20 ആണ്. ഇനി കോമൺ ഡിഫറൻസ് ഉണ്ട് മക്കളെ. d ഈക്വൽ ടു നമ്മളുണ്ട് ആരാണ് മക്കളെ? അത് 10 ആണ്. നമുക്ക് വേണം x1 വേണം. എന്ത് വേണം? x1 വേണം. x4ലേക്ക് പോകണമെങ്കിൽ d കൂട്ടി കൂട്ടി പോയാൽ മതിയായിരുന്നു. എന്നാൽ അവിടും തിരിച്ചു വരിക. അതായത് x1 നിന്ന് x2 എത്തണമെങ്കിൽ d കൂട്ടും. x2 നിന്ന് x3 വേണമെങ്കിൽ വീണ്ടും d കൂട്ടും. പക്ഷെ തിരിച്ചാവുമ്പോൾ എന്ത് വരും മക്കളെ? യെസ് d കുറച്ച് കുറച്ച് വരും. അതായത് x1 ദാറ്റ് ഈസ് ഈക്വൽ ടു x4 മൈനസ് എത്ര d എന്ന് അറിയണ്ടായോ? വളരെ എളുപ്പമാണ്. ഇവിടെ 1 ഇവിടെ 4 മൈനസ് 1 എത്രയാ? 3. അപ്പോൾ 3d അങ്ങ് കുറയ്ക്കുക. അതായത് x4 എന്ന് പറയുന്നത് 20 ആണ്, മൈനസ് 3d എന്ന് പറയുമ്പോൾ 3 into 10. അതായത് 20 മൈനസ് 30 എന്ന് വരും. ആൻസർ ഈസ് എത്ര മക്കളെ? മൈനസ് 10. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്ര മക്കളെ? മൈനസ് 10. ഇത്രയും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോടാ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ സീക്വൻസിൽ നമുക്ക് ഫോർത്ത് ടേം കിട്ടി. ഫോർത്ത് ടേം ഈക്വൽ ടു ആരാ? ഫോർത്ത് ടേം ഈക്വൽ ടു പറഞ്ഞ ഫോർത്ത് ടൈം ഈക്വൽ ടു ആരാ മക്കളെ? യെസ് ഫോർത്ത് ടൈം ഈക്വൽ ടു എത്രയാ? 20 കിട്ടി. അടുത്ത സിക്സ് ടൈം നമുക്ക് കിട്ടി 40 കിട്ടി. കോമൺ ഡിഫറൻസ് കിട്ടി 10 കിട്ടി. x1 കിട്ടി -10. നാലും ഓക്കെ ആണല്ലോ? എല്ലാം സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ ലാസ്റ്റ് വൺ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. യെസ് നോക്കിയോ മക്കളെ, ഞാൻ ഇവിടെ ഒരു സീക്വൻസ് എഴുതുകയാണ്. x1 x2 x3 x4 x5 x6. യെസ് മക്കളെ, x1 x6 ഞാൻ ഒരു പെയറാക്കി. x2 x5 ഞാൻ ഒരു പെയറാക്കി. x3 x4 ഞാൻ ഒരു പെയറാക്കി. ഓക്കെ, ഞാൻ പറയുകയാണ് x1ഉം x6ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന സം 100 ആണെന്ന് വിചാരിക്കുക. എത്രയാണെന്ന് വിചാരിക്കുക? 100. ഓക്കെ, അതായത് ഈ പറഞ്ഞ x1ഉം x6ഉം തമ്മിൽ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന സം എത്രയാ മക്കളെ? യെസ്, അത് 100 ആണ്. എത്രയാടാ മക്കളെ? 100 ആണ്. ഓക്കെ, x1ഉം x6ഉം തമ്മിൽ കൂട്ടുമ്പോൾ 100 ആണെങ്കിൽ മക്കളെ x2ഉം x5ഉം കൂട്ടുമ്പോഴും അതേ സംഖ്യ ആയിരിക്കും. എത്രയാ? 100. ഇനി ഈ പറഞ്ഞ x3ഉം x4ഉം തമ്മിൽ കൂട്ടുമ്പോഴും എത്രയായിരിക്കും? 100 തന്നെ ആയിരിക്കും. അതായത് സം പെയർ എന്താണ്? സം പെയർ, അതായത് തുകാ ജോഡികൾ. എങ്ങനെയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സീക്വൻസ്, ആ സീക്വൻസ് ഇപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, അപ്പോ ഈ പറഞ്ഞ സീക്വൻസിന്റെ അതായത് അവരുടെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടെ ഒരു ഫസ്റ്റ് ടേമും കാണും ലാസ്റ്റ് ടേമും കാണും. ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന അതേ സം ആയിരിക്കും അവിടുത്തെ സെക്കൻഡ് ടേമും ഇപ്പോഴത്തെ സെക്കൻഡ് ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണോ സം, അതേ സം തന്നെയാണ് ഇവിടുത്തെ സെക്കൻഡ് ടേമും ഈ പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് ടേമും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. ഇനി അതേ സം തന്നെയാണ് ഇവിടുത്തെ ഈ ടേമും ഈ ടേമും തമ്മിൽ കൂട്ടുന്നത്. അതായത് എപ്പോഴും സം പെയർ, അതായത് അത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഇവിടെ നോക്കുക 1, ഇവിടെ നോക്കുക 6. ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ, കാരണം ചില കണക്കിന് നമുക്കത് വേണം. 1 6 എത്രയാ? അത് 1 + 6 7 ആണ്. 2 5 എത്ര? 2 + 5 7 ആണ്. 3 4 എത്ര? 3 + 4 7 ആണ്. അത് അവിടെ പൊസിഷൻസ് തമ്മിൽ കൂട്ടിയാൽ എപ്പോഴും എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ ഓർത്ത് വെച്ചാൽ മാത്രമേ ഏതൊക്കെയാണ് സം പെയർസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. യെസ് നോക്കിയോ ചോദ്യം.
The sum of third term and the eighth term of an arithmetic sequence is 150. Then what is the sum of 8th and 13th term? And if the 5th term is 50, what is the 60th term? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദവും 18ാം പദവും തമ്മിലുള്ള തുക എന്നത് 150 ആണ്. എങ്കിൽ അവയുടെ 8ാം പദവും 13ാം പദവും തമ്മിലുള്ള തുക കണ്ടെത്തുക. അതുപോലെ തന്നെ അവയുടെ 5ാം പദം 50 ആണെങ്കിൽ അവയുടെ 16ാം പദം എത്രയാണ്? ഇതാണ് ചോദ്യം. നിസാൻ എന്താ നോക്കൂ. മക്കളെ x3 plus x18 that is equal to എത്ര എന്നാ പറഞ്ഞത്? 115. ഓക്കെ ആണല്ലോ. സം പെയർ ആണ്. പാറ്റേൺ നോക്കിയേ. ഇവിടെ 3, ഇവിടെ 18. 3 + 18 നമുക്കറിയാം എത്രയാണ്? 21. എത്രയാ? 21. നമുക്ക് വേണ്ടത് എങ്കിൽ ഈ പറഞ്ഞ x8 plus x13 കണ്ടുപിടിക്കണം. മക്കളെ ഇവിടെ 3 + 18 എത്ര? 3 + 18 21. അതേ പാറ്റേൺ താഴെ വീഴും നോക്കുക. 8 + 13 എത്രയാതും? 21. അപ്പൊ ഇതേ സംപെയർ ആണ് ഇതിനും. എന്ന് പറഞ്ഞാൽ x3 plus x18 150 ആണെങ്കിൽ x8 plus x13 അതും എത്രയാടാ? 115. ഓക്കെ ആണോ? അപ്പോൾ ഈ സീക്വൻസിലെ മൂന്നാമത്തെ പദവും 18ാം പദവും തമ്മിലുള്ള തുക എന്ന് പറയുന്നത് 150 ആണ്. എങ്കിൽ അവിടുത്തെ 8ാം പദവും 13ാം പദവും തമ്മിലുള്ള തുക ചോദിച്ചേക്കുന്നത് ഇതാ കിട്ടിക്കഴിഞ്ഞു. എത്ര തന്നെയാണ്? അതും 150 തന്നെ. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം അതിനേക്കാൾ സിമ്പിൾ. അതായത് ഈ പറഞ്ഞ സീക്വൻസിന് 5ാം പദം, അതായത് if the fifth term is 50, 5ാമത്തെ പദം എന്ന് പറയുന്നത് 50 ആണെന്ന് വിചാരിക്കുക. then what is the 16th term? എങ്കിൽ 16ാം പദം എത്രയാണ്? 16ാം പദം എത്രയാണ്? ദാ നോക്കി എഴുതണം മക്കളെ. 16ാം പദം അല്ലേ വേണ്ടത്? ദാ x5 that is equal to എത്രയാ മക്കളെ പറഞ്ഞേക്കുന്നത്? 15. എത്രയാണ്? 50. ഇനി x16 ഈക്വൽ ടു നമുക്കറിയത്തില്ല, അതാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ, x5ഉം x16ഉം ഇങ്ങനെ തരികയാണെങ്കിൽ ആലോചിച്ചോണം ഇത് സം പെയർ തന്നെ ആയിരിക്കും. ഒന്ന് ചെക്ക് ചെയ്യാം. 5 16 5 + 16 എത്ര? 5 + 16 16 + 5 നമുക്കറിയാം എത്രയാ? 21. എത്രയാണ്? 21. അപ്പോ നമുക്ക് പറയാൻ കഴിയും ഈ പറഞ്ഞ x5 plus x16 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? 150 കിട്ടും. അതായത് ഇതേ സംപെയർ തന്നെയാണ് ഇവരുടെ. എന്ന് പറഞ്ഞാൽ x5 plus x16 ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? 150 കിട്ടും. ഇവിടെ x5 നമുക്കുണ്ട്. ആരാ x5 എന്ന് പറയുന്നത്? 50 ആണ്, 50 ആണ്. പ്ലസ് x16 നമുക്ക് അറിയത്തില്ല, അതുപോലെ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 150. മകളെ ഇത് 50 എന്ത് 50? പ്ലസ് 50. അപ്പുറം പോകുമ്പോ എന്താവും? മൈനസ് ആവും. സോ x16 ഈക്വൽ ടു 150 മൈനസ് 50. ആൻസർ ഈസ് 100. അതായത് x16 അപ്പൊ എത്രയാണ് മക്കളെ? 100. ഓക്കെ ആണോ? അപ്പോ സം പെയർ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം എന്തായാലും കണ്ടിരിക്കും. അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം. അപ്പോ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ടോട്ടലി നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് പറഞ്ഞു, എന്താണ് കോമൺ ഡിഫറൻസ് പറഞ്ഞു. അതിൽ കോമൺ ഡിഫറൻസ് 2 തരമുണ്ട്. ഒരു സീക്വൻസ് തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുന്നതും ഒരു സീക്വൻസിനകത്ത് ഏതെങ്കിലും ടേം തന്നിട്ട് കോമൺ ഡിഫറൻസ് ചോദിക്കുന്നത്, അത് പറഞ്ഞു തന്നു. ശേഷം ടേം പൊസിഷൻസ് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? സമ്മ്, മിഡ് ടേം, നമ്പർ ഓഫ് ടേം, റിലേഷൻസ്, ക്വസ്റ്റ്യൻസ്, അതിനകത്ത് തന്നെ സം പെയേഴ്സ്. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾക്ക് മാർക്ക് വളരെ ഈസിയായി വാങ്ങാം. സോ ഇത്രയും കാര്യം വളരെ വൃത്തിയായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനം കോമൺ ഡിഫറൻസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബേസ് എന്ന് പറയുന്നത്. ഏതൊരു ക്വസ്റ്റിനകത്ത് കോമൺ ഡിഫറൻസ് ഇല്ല നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയില്ല. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ താങ്ക് യു.